വടകരയിൽ ആര് എന്നുള്ളതാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലാണോ അതോ ടീച്ചറാണോ? നമുക്കറിയാം, കേരളത്തിൻ്റെ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ, ഇലക്ഷൻ്റെ പ്രചാരണം തുടങ്ങിയത് മുതൽ എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മണ്ഡലം അത് വടകരയാണ്. കാരണം രണ്ടും നല്ല പ്രഗത്ഭരാണ്, വ്യക്തിത്വങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ ജയിക്കുമെന്നുള്ളത് ഒരു വിഭാഗം പറയുമ്പോൾ, നമ്മുടെ ടീച്ചർ ജയിക്കുമെന്ന്, എന്താ പറയുക, ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് മറ്റൊരു വിഭാഗം പറയുകയാണ്. അപ്പോൾ രണ്ട് വിഭാഗങ്ങൾ, അതായത് നമുക്കറിയാം, ഇടത് മുന്നണിയും അതുപോലെ വലത് മുന്നണി എന്നൊക്കെ പറയുമ്പോൾ LDF UDF ഒക്കെ പിന്നെ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 4 നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ UDFും ഏറെ പ്രതീക്ഷയോടെ LDFും കാത്തിരിക്കുകയാണ്. ഈ ഒരു ജയം എന്ന് പറയുന്നത് അത് കേരളം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നിൽക്കുന്ന ഒരു സെർച്ചിങ് എന്ന് പറയുന്നത് വടകര മണ്ഡലത്തിനെ പറ്റിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറ്റുള്ള മണ്ഡലങ്ങൾ എത്രത്തോളമാണ് അവരുടെ ജയപരാജയങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വടകരയുടെ കാര്യത്തിലാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവ് എത്രത്തോളം വടകരയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ എത്രത്തോളം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പലരും പ്രവചിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ജൂൺ 4 നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.